ജർമ്മനിയിലെ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ 1-2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ക്ലിയർ ആവാതെ കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. അതുപോലെ ജർമ്മനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മടിച്ചിരിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിഗിനർ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ നോളജാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഞാൻ സ്കേലബിൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യണത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ. ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു പോവോ, അതുപോലെ തന്നെ ഇതിപ്പോ മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. പക്ഷെ എന്നാലും നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. അപ്പൊ അതിന് തന്നെ നമ്മൾ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. അതായത് നമുക്കിപ്പോ ഒരു ഫ്യൂച്ചറിൽ ഒരു ഗോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ എന്തുകൊണ്ട് ചെയ്യണം എന്ന് ഉള്ളൊരു ചോദ്യമാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ജർമ്മൻ ബാങ്കിലൊക്കെ കിടക്കുന്ന പൈസയാണെങ്കിൽ ഇപ്പൊ 5-6 മാസം കൂടുമ്പോഴൊക്കെ ഒരു സർവീസ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ബാങ്കിൽ നമുക്കിപ്പോ ഒരു കുറച്ച് പൈസയൊക്കെ വെറുതെ കിടന്നിട്ട് നമുക്കിപ്പോ മാറ്റി വെക്കാനുള്ള പൈസയൊക്കെ ആണെങ്കിൽ ഇതിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്തൊക്കെ ആവശ്യമുണ്ട്, അതായത് ഇപ്പോൾ സ്കേലബിൾ ക്യാപിറ്റലിൽ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് പുതിയതായിട്ടൊരു ബാങ്ക് അക്കൗണ്ടിന്റെ ആവശ്യമില്ല. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു അക്കൗണ്ട് ഉണ്ടാവും. ജർമ്മനിയിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് അക്കൗണ്ട് നമ്പർ ആണോ അത് ഇതായിട്ട് ലിങ്ക് ചെയ്താൽ മതി. ഇതിപ്പോ ആദ്യം അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് ഇമെയിൽ ഐ ഡി കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. പിന്നെ വെരിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു QR കോഡ് കിട്ടും. അത് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ്ഡന്റ് ആണ് നിങ്ങൾ വെരിഫിക്കേഷൻ കൊടുത്തെങ്കിൽ അവിടെ പോയിട്ട് വെരിഫിക്കേഷൻ ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ സിറ്റി രജിസ്ട്രേഷന്റെ പേപ്പർ, അതുപോലെ തന്നെ ഒരു ID പ്രൂഫും വേണം. അതായത് നമ്മുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ഉള്ളവർക്ക് അത് വെച്ചാണെങ്കിലും ചെയ്യാം. ഐഡന്റിഫിക്കേഷൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു മെയിൽ വരും. പിന്നെ നമ്മുടെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് വേറെ ഗൈഡൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അത് ജസ്റ്റ് ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നീട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തൊക്കെ എടുക്കാം. ഇതിനു വേണ്ടി നമുക്ക് ലാപ്ടോപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഫോണിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റിംഗ് പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്യാം. ഇപ്പൊ എന്തിനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു ചോദ്യം ഉണ്ടാവും. അതായത് ഇപ്പോൾ ETF അതുപോലെ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും. പക്ഷെ ഐഡിയ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. അതായത് ETF എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആയിരിക്കും നമ്മൾ നമ്മുടെ മണി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണത്. സ്റ്റോക്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി റിസ്ക് കൂടിയതാണ്. പക്ഷെ അതിനനുസരിച്ചുള്ള റിട്ടേൺസ് വ്യത്യാസമുണ്ട്. നിങ്ങളൊരു ബിഗിനർ ആണ്, അതായത് മാർക്കറ്റിനെ പറ്റി കൂടുതൽ അറിയില്ല, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യാനൊന്നും ഒരു വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ജസ്റ്റ് ഒരു നല്ലൊരു ETF സെലക്ട് ചെയ്യുക. പിന്നീട് അതിലോട്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന എത്ര രൂപയാണോ, അതായത് ഇപ്പോൾ €1 തൊട്ട് തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു €25 അങ്ങനെ ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നത് അതിൽ ഡെയിലി പ്ലാൻ നമുക്ക് കൊടുക്കാം. ഡെയിലി അല്ല, മന്ത്ലി പ്ലാൻ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് ഞാൻ ചെയ്യുന്ന എന്റെ പോർട്ട്ഫോളിയോ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നൊക്കെ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഈ ആബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറഞ്ഞ ഗ്രാഫിൽ എന്റെ 1 ഇയറിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് ഞാൻ തുടങ്ങിയെന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 11/9/2024 പിന്നെ ഒരു വലിയൊരു ലോസ് ഉണ്ടായി. അതായത് -€100 ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പോർട്ട്ഫോളിയോ. പക്ഷെ പിന്നീട് നമ്മൾ ലോങ് ടൈമിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പിന്നീട് അതിനൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന €200. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഏത് സ്റ്റോക്കിലോ അല്ലെങ്കിൽ ETF-ലോ നമുക്ക് ഇതുപോലെ സേവിങ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ടെസ്ലയാണ് എടുത്തേക്കണേ. അപ്പോൾ ടെസ്ലയിൽ പോയിട്ട് നമുക്കിപ്പോൾ അടിയിൽ സെറ്റപ്പ് നൗ കിടപ്പുണ്ടാവും സേവിങ്സ് പ്ലാൻ. അതിലിപ്പോൾ €1 കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അതായത് ഇപ്പോൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിൽ ഇനാക്റ്റീവ് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം, എന്നാണ് ഇത് എക്സിക്യൂഷൻ ആവണമെന്നൊക്കെ. എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സേവിങ്സ് പ്ലാൻ നമുക്കിപ്പോൾ മാറ്റണമെങ്കിൽ നമ്മളിപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് സേവിങ്സ് പ്ലാൻ കൊടുക്കുക. അത്രയും പരിപാടിയുള്ളൂ. ഇത് വീഡിയോയിൽ ഞാൻ എൻ്റെ മൊത്തം പോർട്ട്ഫോളിയോ കാണിക്കണില്ല. അതായത് ഇപ്പോൾ ജസ്റ്റ് ആബ്സല്യൂട്ട് റിട്ടേൺ എന്നുള്ള ഗ്രാഫ് മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യണ അത്ര സീനുള്ള പരിപാടിയൊന്നുമല്ല. അതായത് ഇപ്പോൾ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ എങ്ങനെ ചെയ്യാമെന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിനെപ്പറ്റി പറയണത്. അതായത് ഹിന്ദിയിലൊക്കെയാണ് കണ്ടത്. അത് നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. ഹൗസ് ബിൽഡിംഗ് ആണ്, അതുപോലെ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് സ്കേലബിൾ. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ കമന്റ്സിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.